ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് പഫ് സ്ലീവ് വിത്ത് ഇലാസ്റ്റിക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ്. സോ അതിന് വേണ്ടിയിട്ട് നോർമലി നമ്മൾ ക്ലോത്ത് 4 ഫോൾഡ് ചെയ്തിടുക. അതിനുശേഷം ഓൺ ഫോൾഡ് സൈഡിൽ നിന്നും ഒരു 2.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈന് അപ്പുറത്തെ സൈഡിലേക്ക് സാധാരണ നോർമൽ സ്ലീവിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നു. സോ അത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഒരു മീഡിയം സൈസിലുള്ള ഒരാളാണെങ്കിൽ 3 ഇഞ്ച് അല്ലെങ്കിൽ അത് കൂടുതലാണെങ്കിൽ 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം താഴെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഒരു 1/4 ഇഞ്ച് നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈന് ശേഷം ഇപ്പുറത്തേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വരയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കർവിങ് കറക്റ്റായിട്ട് കിട്ടാനാണ്. അവിടെ നിന്ന് താഴേക്ക് നമ്മളൊരു സ്ലോപ്പ് വരച്ചു കൊടുക്കുന്നു. ആ സ്ലോപ്പിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ആം ഹോളിൽ നിന്നും 1/4 ഇഞ്ച് മൈനസ് ചെയ്തിട്ടുള്ള ബാക്കി മെഷർമെൻറ്റ് എടുത്തിട്ട് നമ്മൾ അത് അടയാളപ്പെടുത്തി കൊടുക്കുന്നു. അതിനുശേഷം ആ ലൈനിൻ്റെ ടോട്ടൽ ലെങ്ത്തിൻ്റെ ഹാഫ് അടയാളപ്പെടുത്തിയതിന് ശേഷം മുകളിലെ ഹാഫിൽ നിന്ന് പുറത്തേക്കും താഴത്തെ ഹാഫിൽ നിന്ന് ഉള്ളിലേക്കുമായിട്ട് ഒരു കർവിങ് നമ്മളൊരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ വരച്ചു കൊടുക്കും. ശേഷം സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എത്രയാണെന്നുണ്ടെങ്കിൽ അത് പ്ലസ് ഒരു 2 ഇഞ്ച് കൂടുതലിട്ടിട്ട് നമ്മൾ സൈഡിലേക്ക് വരച്ചു കൊടുക്കുന്നു. സൈഡിൽ നമ്മൾ ഷേപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല, പഫ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ മാറ്റി വെച്ച ആ 2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളൊരു ബോക്സ് പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഷോൾഡറിൻ്റെ പോർഷനിലായിട്ട് ഒരു ബോക്സ് പ്ലീറ്റ് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് നമ്മൾ സ്ലീവിൻ്റെ താഴത്തെ പോർഷൻ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നു. 2 ഇഞ്ച് മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം അതൊന്നുകൂടെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുകളിൽ സ്റ്റിച്ച് ചെയ്തതിന് തൊട്ട് താഴെ പാരലായിട്ട് നമ്മൾ 2 സ്റ്റിച്ചിങ് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമുക്ക് ഇലാസ്റ്റിക് അതിനകത്ത് കൂടെ ഇടാനാണ്. അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇലാസ്റ്റിക് അതിനകത്ത് കൂടെ നമ്മൾ ഇട്ട് നെക്സ്റ്റ് ഈ ഇലാസ്റ്റിക് 2 സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ആക്കി വെക്കുന്നു. സോ ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് പഫ് സ്ലീവിൽ ഇലാസ്റ്റിക് വെച്ച് ചെയ്യാം. അത് കൂടുതൽ നമ്മൾ അട്രാക്റ്റീവായിട്ട് ആ ഒരു ഉടുപ്പിനെ കാണിക്കും. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.